അഗെയിൻ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലാണുള്ളത് ഗൈസ്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താ വെച്ചാൽ 200K ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സായി ഗൈസ്. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലാണ്, കണ്ടോ? വാവ്, എന്തൊരു നമ്മൾ 2 ദിവസം ഗോവയിലേനു, 2 ദിവസം ഗോവയിലേനു. പിന്നെ നമ്മൾ നേരെ ലക്ഷദ്വീപിലേക്ക് വന്നു. എൻ്റെ കൂടെ എൻ്റെ ബഡി, എൻ്റെ ആടും കുട്ടി അശ്വനി. ലക്ഷദ്വീപിൽ ആടുണ്ട്, പൂച്ചുണ്ട്, പുലിയോ പട്ടിയുണ്ട്. എടാ അതിന് തുറക്കാൻ പറ്റുമോ? ഹായ് ബ്രോ, അസ്സലാമു അലൈക്കും. ഇമ്മേ എടാ എന്താ അല്ല അതിന് വാലയുടെ മുറി വരും പോലെ ഒന്നേ അല്ല ഇല്ല. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപത്തെ സീരീസ് 1 ആണിത്. സീരീസിൽ എപ്പിസോഡ് 1, നാളെ എപ്പിസോഡ് 2. നമ്മൾ 4 ദിവസം ലക്ഷദ്വീപിലുണ്ടാവും. ലക്ഷദ്വീപ് എന്തൊരു ഒരു സമാധാനം പിടിച്ചൊരു സ്ഥലം അല്ലേ? വണ്ടികളെ സൗണ്ട് ഇല്ല, പൊല്യൂഷൻസ് ഇല്ല, കള്ളന്മാരില്ല, പൊട്ടന്മാരുണ്ട്. ഹായ്, കടിച്ചോ? അന്ന അടിച്ചോ? ആനൊക്കെ കടിച്ചിട്ട്. അപ്പോൾ നമ്മളെ നമ്മളെ കൂടുന്ന കമ്പനീന്റെ പേരെന്താ? ഐലൻഡ് ബ്രീസ്, സഫാൻ ഹലീം, റാഫി. പിന്നെ സഫാൻ ഹലീം എടന്തടാ ബാ ചുട്ടു. അപ്പൊ ഗൈസ് ഇവിടെ ആടും കോഴിക്കളുണ്ടോ? ലക്ഷദ്വീപിൽ പാമ്പില്ല. ഹായ്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും വീണ്ടും. നമുക്ക് ഇനി 1 മില്യൺ ആക്കണ്ടേ? കമോൺ. അപ്പോൾ നമ്മൾ ഇനി പ്ലേ ബട്ടന് ഒന്നും പാടെ അപേക്ഷ കൊടുക്കണ്ടേ? പ്ലേ ബട്ടൺ കിട്ടിയാൽ മതിയോ? എല്ലാവരും ഒന്ന് കൊടുത്തിരുന്നു. പക്ഷെ നമുക്ക് എനിക്ക് കോപ്പറേറ്റ് ഇട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ കോപ്പറേറ്റ് ഇട്ടുണ്ട്. കിട്ടില്ല പറഞ്ഞു, ഇനി കിട്ടുമെന്ന് അറിയില്ല. ഇനി ഒന്നും പാടെ കെഞ്ചി ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഇതിനുണ്ട്, ഞാനുണ്ട്. നമ്മൾ ലക്ഷദ്വീപത്തെ കാഴ്ചകളുമായി താത്തവൾ നോക്കണ്ടോ കണ്ടോ? നമ്മളാർക്കും അറിയില്ലല്ലോ അല്ലേ? പിന്നെന്താ. അപ്പം നമ്മൾ പാവപ്പെട്ട വ്ളോഗേഴ്സ് അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് സൈഡ് സീക്കിങ്ങിന് പോവുകയാണ്. അത് പേരുള്ളൂ അപ്പണ്ട് പറയും. അതന്നല്ലേ നമ്മളെന്തും പറയാലോ. അതല്ലേ നമ്മളെ വ്ളോഗ്. സെലൂല് പോയി. നമ്മളെ സെലു പോയി. സെലൂല് നമ്മളെ ഒറ്റക്കാക്കി പോയി. അറിയില്ല, അടുക്ക പോയി. സഫാൻ നിസ്കരിച്ചിട്ട് വരാറുണ്ട്. അവർക്ക് നോമ്പുണ്ടേ, നമ്മക്കല്ലേ നോമ്പില്ലാത്തുള്ളൂ, അവർക്ക് നോമ്പുണ്ടേ. അപ്പൊ നമ്മളിനി സൈഡ്സ് കാണാൻ പോകും. കണ്ട് ഒക്കെ നമ്മളിങ്ങനെ കാട്ടിത്തരാം. നമുക്ക് കഴിയുന്നത് നമ്മൾ വ്ളോഗ് കൊടുക്കാം. നമുക്ക് റീൽ ഉണ്ടാക്കണം. അപ്പോൾ കുറെ സ്ഥലത്തൊക്കെ നമ്മൾ വ്ളോഗ് കട്ട് ചെയ്യും അല്ലേ? ഇവനാണല്ലേ, ഇവനെ വെറുതെ കൊടുന്നോ അസിസ്റ്റന്റ്? കൈ മാസമായിട്ടെന്നാ കേട്ടോ. എൻ്റെ അസിസ്റ്റന്റ് ബോയ് മിസ്സിസ് ഇതിന്റെ വൈഫ്. നമ്മളെ ചെക്കന്മാരെ കൊണ്ടുവരണം എന്തിനു, പക്ഷെ പറ്റില്ല. എല്ലാവരും കല്യാണത്തിനും കല്യാണത്തിനൊക്കെ പോവാണ്, നമ്മളെ കൊണ്ടാതെ. സങ്കടമൊന്നുമില്ല. നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് നേരെ ഗോവ കേട്ടോ. ഗോവയിൽ അടിച്ചുപൊളി ഉണ്ട്. ജിതിൻ്റെ ഫേവറേറ്റ് സ്ഥലം ഏതാ ചോദിച്ചത്? ഇതിന് പറയും ഗോവ. കുളിച്ചണേ, കണ്ടോ ഈച്ച. പിന്നെ പളക് പോകുമ്പോ കുളിച്ചു നമ്മള്. ഞാൻ വിളിച്ചോ? സോപ്പ് വെച്ചോ? അപ്പൊ സുഹൃത്തുക്കളെ, തന്നെ നമ്മുടെ സഫാൻ ബ്രോ ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് നമുക്ക് ഇവിടെ എന്തറിയോ, ഇവിടെ നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ നമ്മളെന്തൊരു താത്തമാരൊക്കെ നോക്കണ്ടേ. കുഴപ്പമൊന്നുമില്ല. ഒരു അടിപൊളി സ്ഥലം, പക്ഷെ ചൂടെടുക്കുന്നുണ്ട്. അവിടെ കടല്, 4 ഭാഗത്തും കടലാ. ചുറ്റോട് 4 ഭാഗത്തും പറഞ്ഞ ചുറ്റോടായില്ലേ? അപ്പൊ നമുക്ക് ഇനി ഏതായാലും ബ്ലോഗ് നീട്ടാനും പാടില്ല, നിങ്ങളെ ചടപ്പിക്കാനും പാടില്ല. അപ്പൊ നമ്മള് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചുരുങ്ങി കഥാപാത്രങ്ങളും സംഭവങ്ങളൊക്കെ കാട്ടി തരും. അതിനനുസരിച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഉണ്ടാക്കണം. ഈ വീഡിയോ കാണുമല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ അതിന് ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യണല്ലോ. നമുക്ക് യൂട്യൂബിൽ 200K ആയി, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും 70K. അടിച്ചോണേ. ഹായ് ബ്രോ. ഞാനല്ല, കോഴിക്കുട്ടി. ലക്ഷദ്വീപിൽ കോഴിക്കളുണ്ട്.
കുഞ്ഞു കുട്ടികളായിരുന്നു കേട്ടോ. രമണി, അമ്മണി, മിനി, മിനി, മിനി. എവിടെ മറ്റേ ഗാർഫീൽഡ് ഇല്ലേ, എന്താണ് പേര് ആ പൂച്ച? എവിടെടാ? കണ്ടോ ഞാനിതാ. ആ ഓറഞ്ച് പൂച്ച? എന്തോ കാറ്റില്ലേ? പൂച്ചയുണ്ട്, അപ്പൊ പട്ടിയല്ലാത്തുള്ളൂ. നമ്മളെ കണ്ടിരുന്നു എല്ലാരും. ആ കൊഴപ്പില്ല, നമുക്ക് കാണാം. ഇല്ല അങ്ങനെ ആടിയല്ല. അല്ലല്ല പോടാ, ഇവിടെ ഫുള്ള് ആളല്ലേ കൊറേ നീ. അപ്പൊ ഗൈസ് ഇനി ഇതെല്ലാം നമുക്ക് സഫ വന്നിട്ട് സുലല്ലേ ആട്ടെ. സുലു, ഇതാണ് നമ്മളെ സുലു. ദിസ് ഈസ് അവർ സുലു ഫ്രം ലക്ഷദ്വീപ് സെലിബ്രിറ്റി. ലക്ഷദ്വീപ് സെലിബ്രിറ്റി സുലു പറയും. ഓനാണ് നമ്മളെ ബഡി, നമ്മളെ ഫ്രണ്ട് കേട്ടോ, ലക്ഷദ്വീപിലില്ല. അപ്പം നമുക്ക് ഇതിലും നമ്മളെ സഫാൻ ബ്രോ, നമ്മളെ മച്ചാമാര് വന്നിട്ട് കാണിച്ചു. മച്ചന്മാര് വൈബാണ്. ഇവിടുത്തെ ഭാഷ ഏതിന് എന്തൊരു മലയാളം, ഇവർക്ക് മലയാളം അറിയാം, പക്ഷെ ഇവിടുത്തെ ഭാഷ വേറെ. അല്ല ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കുറെ ആൾക്കാർക്ക് അറിയാലോ. ഞാൻ നല്ലല്ലോ ഇവിടെ ആദ്യമായിട്ട് ലക്ഷദ്വീപിൽ ഒന്ന് കാലെത്തുന്നത്. അപ്പം എല്ലാവരും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സൺ കിസ് മീ, ഐ കിസ് സൺ. ഗൈസ് സഫാൻ ബ്രോയും പവർ ഓഫ് ബ്രോയും നമുക്കൊരു വണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്. ഓ കുറച്ചേ കുടിക്കൂ. അപ്പോൾ എല്ലാവരുടെ മുമ്പ് പോകണ്ടേ, ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിക്കണം കേട്ടോ, അല്ല കാട്ടി തരാൻ ആയിക്കൂല. അപ്പം നമ്മളിനി പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതൊരു ബീച്ചിന്റെ സൈഡാണ്? ലഗോ ബീച്ചിന്റെ സൈഡാണ്. ഇതാ നമ്മളെ മച്ചന്മാർ. ഇതിൽ 3 പേരാണ്. ഇത് 2 ആൾക്കാരുള്ളൂ. ഒരുത്തൻ കൊച്ചിയില്ല. ഇതാ ഫ്രണ്ട് ക്യാമറ കേട്ടോ. 70 Pro ഫ്രണ്ട് ക്യാമറയെ ഇങ്ങനെയൊക്കെ പിടിക്കാം. ഒരു ഹായ് പറയൂ. നമ്മളെ വൈബ് ചെക്കന്മാർ ഇവിടെ പോയാൽ നമ്മളറിയുമ്പോൾ നമുക്കൊരു സുഖമാണ്, ഒരു സുഖം. അപ്പോൾ വോയിസ് കറക്റ്റ് കേൾക്കണോ എനിക്കറിയില്ല. ഞാൻ മൈക്ക് പിടിക്കാതെ മൈക്ക് ഉണ്ടായി നമ്മളിങ്ങനെ ഒരു കുറച്ച് ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് നമ്മളെ രീതിയിൽ നമ്മളെ ഫോൺ പിടിച്ച് നമുക്ക് പോകാൻ രീതിയിൽ ഇങ്ങനെ ആക്കാം. ആ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ എന്തിനു പേടിക്കണോ? നോയിസ് ക്യാൻസലേഷൻ. ഓ ബീച്ചിന്റെ സൈഡ് നമ്മൾ തിരിക്കുന്നു ഗൈസ്. ഫൈനലി ഇപ്പൊ എന്തൊരു രസോ. അതെ ക്യാമറ തിരിച്ചു വരാം. ഓ സ്ഥലോ ഗൈസ്. നമുക്ക് വ്ളോഗ് മാത്രമല്ല, നമുക്ക് റീലും എടുക്കണം. അതാണ് അതൊന്ന് കാട്ടിത്തരാലോ. പാതാണോ മരസോ. ഞാണ് പോയി ഓടിപ്പൊടി ചാടിയാലോ. ഞാൻ മൈക്ക് ഇവിടുത്തെ മണലുണ്ട്. ലക്ഷദ്വീപ് കണ്ണൊക്കെ അടിച്ച് കറുക്കോ അല്ലേ നമ്മളേതാട്ടോ. ഒരു നമ്മളെ വെറുതെ വിട്ടു. അത് ഞാൻ ഒന്ന് ഇതായി തരാം. ഞങ്ങൾ വരാം. അത് പണി പോയി ശരി. ഓക്കെ ഒരു എയർപോർട്ടിലുണ്ടോ ജോലി ഇവിടെ ലക്ഷദ്വീപിലെ? ചാടാൻ പറ്റാവോ? ചാടലൊന്നുമില്ലല്ലോ. അടിപൊളി വൈബ് മൂടിച്ചില്ല. നമുക്ക് 2 വീഡിയോ എടുത്താലോ? ഗൈസ് അപ്പൊ ഇതാണ് എന്താണോട്ടെ അത് വെള്ളത്. ഇത് ഇങ്ങനെ സ്നോ മഞ്ഞ്. ഇതെന്ത് ഇങ്ങനത്തെ മണൽ തന്നെ അല്ലേ? എന്ത് മണലാ? ക്ലേ മണലാ ഇത്. റേസ് ഇതാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ കണ്ടത്. അപ്പൊ നമ്മളിനി കുറച്ച് ഇവിടെ ഡെസ്റ്റിനേഷൻ അല്ലേ. അപ്പൊ നമ്മളിനി അതിലും കുറച്ച് റീലൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും വരാം. അപ്പൊ നമ്മള് വ്ളോഗിൽ നിന്ന് മാറി നേരെ റീലിലേക്ക്. അടിപൊളിട്ടോ. വിഷ്വൽ ബ്യൂട്ടി ഗൈസ്. നല്ല അടിപൊളി സ്ഥലം. നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.
എന്ത് രസമോ. ഓ നല്ല വൈബും നമ്മളെ ചെക്കന്മാരൊക്കെ ആയിട്ടും ഇതൊക്കെ വന്ന കിഡിലേ എല്ലാം പറയാലോ. അപ്പോൾ നമ്മളെ കുറച്ച് ബോയ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്ത പ്ലേസിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ. ഇതിനെ നോക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി എന്നാ ആ സൂര്യൻ പിന്നെ പിടിച്ച ആ അപ്പൊ നമുക്ക് ദിവസം കയറിയൊക്കെയാലോ ഇതിനെ ദിവസം നടന്നോക്കവാ. നമ്മളിഞ്ഞി ഇവിടുന്ന് അടുത്ത ബീച്ചിലേക്ക് പോകുമ്പോ അടുത്ത ബീച്ചിൽ ഇത് കാണാം. അല്ലെ ഇപ്പൊ തന്നെ റോം കുറേക്കണേ. അപ്പോ നടക്കാം. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത സ്പോട്ടിൽ പോകുമ്പോ അടുത്തെടുക്കാം. ഞങ്ങൾ കുറച്ച് ആസ്വദിക്കട്ടെ. നല്ല രസമല്ലേ ബാക്കൊക്കെ കാണാൻ. ഓ എമ്മാ രസം കേട്ടോ. ഞാനിപ്പോൾ പോകുന്നത് ലക്ഷദ്വീപിലൂടെയാണ് സുഹൃത്തുക്കളെ. ലക്ഷദ്വീപിലൂടെ. ഓ അടാ കോയിനെ കോയിനെ കെട്ടിട്ടേക്കാ. ഞാൻ സൗദി. അയ്യോ ഇവിടെ ഉണ്ട്. ഇവിടെ 4 ഭാഗത്ത് ബീച്ചാണ്ടേ നല്ല വൃത്തി കാണുന്നുണ്ടോ. എന്ത് ക്ലബ്? ആ അവരുടെ ക്ലബാണുള്ളത് അതിനുള്ളിൽ. ചാറ്റ കൊടുക്ക കാണുന്നുണ്ടോ? ചാറ്റ കൊടുക്കാൻ ഇവിടെ കണ്ടോ? ഇവിടെ കണ്ടോ? ടാറ്റ തന്നു ഗൈസ്. ഓ നല്ല ഇവിടെണ്ടോ. ഇവിടെ ഈ വൈകുന്നേരം ടൈം ഇവിടെ വല്യപ്പമാരും ഇപ്പമാരും ഉമ്മമാരും ഉമ്മമാരും എല്ലാവരും ബീച്ച് സൈഡിൽ വന്നിരിക്കുക സംസാരിക്കുക. കണ്ടോ ഇവിടെ എന്തൊരു രസമോ. ഒരു നല്ലൊരു അടിപൊളി. ഞാൻ ലക്ഷദ്വീപിൽ ഒരു പെണ്ണിനെ കിട്ടി. നല്ല രസം. കണ്ടോ വിഷ്വൽ ബ്യൂട്ടി ഗൈസ്. മഞ്ഞ പ്രകാശം മുഖത്തേക്ക് മഞ്ഞ പ്രകാശം മുഖത്തേക്ക് അടിക്കുന്നത് കാണുന്നുണ്ടോ. ഇത് ലക്ഷദ്വീപത്തിൽ 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗോവയിലേക്കും പോകുമല്ലോ. കണ്ടോ ചെക്കന്മാരെ കണ്ടിരിക്കണോ? കാണുന്നുണ്ടോ? സൂം ചെയ്ത് ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ആ അടുത്ത സ്പോട്ട് ഇത്. ഇപ്പം ഇവിടുന്ന് നാട്ടാനുണ്ട്. ഇപ്പൊ എല്ലാ സ്പോട്ടും വരാം. ഞാൻ ക്യാമറ തിരിക്കട്ടെ വീണ്ടും. അങ്ങനെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ? ആ ഓക്കെ. സഫാൻ ബ്രോ പേര് ഇതിലാട്ടോ നമ്മളെ കൊടുന്നേ ചെക്കന്മാര് വൈബാ. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് വാണ്ട ഡേറ്റില് നിങ്ങൾക്ക് എപ്പോഴാ വേണ്ടേ എന്നാ വാണ്ടേ ഡേറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതിനെ സാറെ കോൺടാക്ട് ചെയ്തിട്ട് നമ്പർ അയാൾ കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ വർക്ക് കഴിഞ്ഞ് ഫ്രീ കിട്ടുന്ന ടൈം എന്നാണോ ഒന്നാണോ ഇപ്പമാർക്കോ വർക്ക് ടൈം കിട്ടണേ എപ്പോഴാണ് ഫ്രീ ആ ടൈമിൽ നിങ്ങൾക്ക് കിട്ടാം. എല്ലാരും അടിപൊളി. അർജന്റീന ബ്രസീലല്ല ബ്രസീലിനെ കളിയാക്കാൻ കണ്ടോ. ബ്രസീൽ നമ്മളിങ്ങനെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ ബ്ലോഗ് എല്ലാവരും അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിടാം. നമ്മളെ അടുത്ത സ്പോട്ട് പോകട്ടെ. കയ്യൊക്കെ വേണ്ടിട്ട് ഈ നമ്മളെ ഈ വ്ളോഗ് കണ്ടിട്ട് പറയാം അടുത്ത വ്ളോഗിൽ മൈക്ക് യൂസ് ചെയ്യണം യൂസ് ചെയ്യണ്ടേ. പണ്ടും കാര്യം നമ്മൾ മൈക്ക് എടുത്തിട്ടില്ല. ഏതാ ബെറ്റർ എന്ന് പറയാം. നമുക്ക് മൈക്ക് യൂസ് ചെയ്താ ഇതായിരുന്നു ഓരോടത്തേക്ക് പോവോ നമ്മൾ ഒറ്റക്ക് പോണത്. അപ്പോ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് കാണാം. ഇതാണ് അനദർ സ്പോട്ട്. പക്ഷെ അനദർ സ്പോട്ടിനത്തിന് മുമ്പ് ഒരു വേറെ സീൻ ഉണ്ടായി. ജിതിന്റെ ഫാൻസ് ജിതിനോട് വളഞ്ഞു. നെറ്റിന്റെ ഒക്കെ ഇനിയിപ്പോ നമ്മക്ക് നെറ്റ് കയറുമ്പോ നമ്മളെ കുട്ടികളെ പിരാക്കും. നോർമൽ നെറ്റിയാണ്.
പൂന്തന്നെ ബ്രിക്കറ്റ് പോയി കളർ നല്ല വ്യത്യാസമുണ്ട് എന്തോ ഇപ്പൊ ക്യാമറ തിരിച്ചല്ലോ ഇത് കാണുന്നത് ഒരു ബ്ലൂവും പിന്നെ അതിന്റെ ഡാർക്കും അല്ല എന്തോ അവിടെ അടിക്ക ആയം കൂടുതലാണ് ഇവിടുന്ന് ഫുൾ മണല് പിന്നെ ഫുൾ അടിക്കാം ഷാർക്കാളും ഒക്കെ ഉണ്ടാവും ഇവിടെ നമ്മള് ഇങ്ങനെ കടലിന്റെ സൈഡിലൂടെ ഇങ്ങനെ പോയി 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 കൊറേ എത്തി കേട്ടോ ആ ഗേൾസ് ഇപ്പോൾ നമ്മളെ നോക്കില്ല ഞാൻ ആ ഗേൾസിനെ ഇതാക്കി തരാം വീഡിയോ തിരിച്ചറിയാം ഇവരാണത് 100 കുത്തനുണ്ടോ അവരായിരുന്നു ലക്ഷദ്വീപ് ഇവര് പറഞ്ഞൊന്നും മനസ്സിലാവണില്ലല്ലേ ഇതാണെങ്കിൽ ഓടിക്കണ്ടേ വളത്തിന് മേലെ കൂടെ സഫാൻ ബ്രോന്റെ പോലെ ലക്ഷദ്വീപ് കോസ്റ്റ്യൂം കേട്ടത് മഞ്ഞ ചെരുപ്പ് മോശം ഇവിടെ എല്ലാരും പച്ചയായ മനുഷ്യന്മാരില്ലേ ആളോ എന്തൊരു അടിപൊളി അറിയോ വാവ് സ്മൂത്ത് ലൈക്ക് വാവ് അമ്മേ നമ്മൾ റീൽ എടുക്കട്ടെ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്ത് കാണാം നിങ്ങൾ നമുക്ക് സഹകരിച്ചു തരണം നമ്മൾ ബ്ലോഗ് കൊടുക്കണ്ട റീൽ എടുക്കണ്ടേ അതും നമ്മൾ രണ്ടിട്ട് പോകണം അതിന് നമുക്ക് സ്റ്റോറി ഇടണം അല്ലേ അടിപൊളിയല്ലേ അപ്പൊ അടുത്ത ആൾക്കാർ ഇതിന് ബാക്കില് ഉണ്ടോ എന്ത് നോക്കാത്തെ അതിന്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെന്ന് പറയണം അപ്പൊ ഉണ്ടോ ഈ ക്യാമറയൊക്കെ നോക്ക് അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും അടുത്തൊരു ഷോട്ടിൽ വീണ്ടും കാണാം ഞാൻ അപ്പൊ കുറച്ച് റീലായിട്ട് കട്ടെ ഈ മണ്ടനും വെച്ചെടുക്കണം ഗൈസ് അങ്ങനെ നമ്മള് അടുത്ത സ്ഥലത്തെത്തി ഇവിടെ ഷിപ്പാളൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്ന സ്ഥലം ഓ ഇവിടെ മീൻ പിടിക്കണുണ്ടോ തര സ്ഥലം അവിടുന്ന് വീടുക്കാൻ മറന്നില്ല അവിടെ നമുക്ക് കുറച്ച് നല്ല നല്ല മനുഷ്യരെ കണ്ടു നല്ല മനുഷ്യരായ നമ്മൾ കണ്ടു നമ്മൾ സംസാരിച്ചു നീ ഫോണൊക്കെ ചാടിയ പോയി കണ്ടോ അത് ഷിപ്പ് തടഞ്ഞു നിർത്തുന്ന സാധനമാണ് ട്യൂബ് എന്തൊരു സീസാണോ ഇവിടൊക്കെയാണ് അങ്ങനത്തെ കഥകൾ കണ്ടില്ല ഒരു പോസ്റ്റ് വെറുതെ വന്നാണ് ഫോട്ടോ എനിക്ക് തേങ്ങാക്കിഞ്ഞൊരു ഫോട്ടോ എന്റെ ഫോട്ടോ എന്റെ ക്യാമറ കൊണ്ടുവന്നൊക്കെ പോകും ഇല്ല ഫോട്ടോ എടുപ്പിച്ചാണ്ട് ഇതാണ് നമ്മളെ മെയിൻ മുതലാളികൾ 1 2 ഒരെണ്ണം കൊച്ചിയില് വരുന്ന അറിഞ്ഞിട്ട് ഒരു മാസം മുമ്പ് മുറുക്കല് സഫാൻ ബ്രോ അഗൈൻ മച്ചാരും മുതലാട്ടോ നോമ്പുണ്ട് അല്ലേ നോമ്പുണ്ടല്ലേ തുണി കണ്ടോ ചാടിക്കാൻ പറഞ്ഞതോ അത് നിങ്ങളെ കുടിപ്പിക്കാൻ അപ്പൊ ഓക്കെ എന്നാ പോയില്ലേ ചാടിക്കാൻ പോയില്ലേ ഓക്കെ ഇവിടുത്തെ മെയിൻ ഗ്രൗണ്ട് അവിടെ ഇങ്ങോട്ട് വരില്ല അടുത്തേക്ക് അപ്പോ ഇതൊക്കെ നമ്മുടെ ലക്ഷദ്വീപത്തെ കാഴ്ചകൾ എന്തൊരു അടിപൊളി സ്ഥലമാണ് അറിയാം കാലിടാൻ പറ്റിട്ട് ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലം ലക്ഷദ്വീപ് ഫോൺ എന്തോടെ തേഞ്ഞു പോയി മാറിയോ മുപ്പര് എറിയണോക്ക് ആരാ ഞാൻ ചോദിച്ചില്ലേ പള്ളിയിൽ പോണ്ടാന്ന് കള്ള ഹറാമി ഞാൻ അറിഞ്ഞില്ല ഓ ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയ ചേച്ചി ട്രെയിനിൽ നിന്ന് ഉറങ്ങിയ ചേച്ചി ബ്രസീലിന്റെ കല്യാണം തുടങ്ങിയതാരാ കാറിൽ ഇറങ്ങിയാരാ കാറിലാരാ ഓനിറങ്ങി ആ മുമ്പിൽ നിന്ന് ഇറങ്ങി നല്ല വ്യൂ ഇതാണ് മൂപ്പര മെയിൻ കോസ്റ്റ്യൂം ഞാൻ ചോദിച്ചു ഇവിടെ പാന്റ് ഇടില്ല മൂപ്പര് പാന്റ് ഇടില്ലല്ലോ അപ്പൊ നമുക്ക് ചാടിക്കാൻ പറ്റും നമുക്ക് തെളിവ് കാണിക്കാൻ പറ്റില്ല ചാടിക്കാൻ പോയല്ലേ ഇവിടെ എന്താ സ്പെഷ്യൽ എന്താ കല്ലുമ്മക്കായ ഉണ്ടോ ഇവിടെ എല്ലാം കിട്ടും കല്ലുമ്മക്കായ കിട്ടും കല്ല് കിട്ടും ഇവിടെ
ഇവിടെ ഞാൻ ഒന്നും കിട്ടില്ല. രണ്ട് കിട്ടു, കൂന്തൽ കിട്ടു, കഴിക്കൂല. ആ എല്ലാം കിട്ടും. ഇപ്പൊ കാണിച്ചു തരാം. ചെയ്യണ്ട്. എല്ലാ ബ്ലോക്കിലിങ്ങനെ കാണിച്ചു തരും. ആമ ഫ്രൈ അടുത്തതിൽ കാണാം. ആമ ഫ്രൈ. ഗൈസ് നമ്മൾ റൂമിലെത്തി. ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. നമ്മള് വ്ളോഗ് പെട്ടെന്ന് എടുക്കാൻ മറന്നുപോയി. കാരണം അത്രക്കും അടിപൊളി ആൾക്കാരപ്പം നമ്മൾ സംസാരിച്ചിരുന്ന ടൈം പോയത് അറിഞ്ഞില്ല. അടിപൊളിയാണ്. ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിട്ടും ഇതായിട്ടും സംസാരിച്ചിട്ടും ഇതിനെ അങ്ങനെ പിന്നെ ചായ കുടിച്ചിട്ട് നമ്മൾ വ്ളോഗ് എടുക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷെ നമ്മൾ ആകെ മറന്നു. ഓരോട് സംസാരിച്ച് കുറേ അങ്ങനെ പോയി, അങ്ങനെ മറന്നു. പിന്നെ അവിടെ നിന്ന് ഒന്നാമത് ഉച്ചക്കാണ് റെഡി ആയത്. ഉച്ചക്ക ഇത് പോലെ ഇന്ന് രാവിലെ നമ്മൾ എത്തിയത്. അപ്പോൾ കഴിഞ്ഞ് ഉച്ചക്കാണ് നമ്മൾ പുറത്തിലൊക്കെ നടന്ന് തിരിഞ്ഞ് അലഞ്ഞിരിഞ്ഞ് നല്ല നല്ല മനുഷ്യരെ, കുറച്ച് നല്ല മനുഷ്യരെ കണ്ടു. കുറച്ച് നല്ല മനുഷ്യരെ കണ്ടു, സംസാരിച്ചു, അടുത്തഴങ്ങി, അടുത്ത് ഇതായി. ഓൻ പോയി ഫർസാന്റെ ഇതിൻ്റെ ഉള്ളിൽ കയറാണ് ഇടയ്ക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇനി നാളെ അടുത്ത വ്ളോഗായി വരും ഇൻഷാ അല്ലാഹ്. നാളെ അല്ല അമ്മേ, അടുത്ത വ്ളോഗ് നമ്മൾ നാളെ എടുക്കും. അത് സാഹചര്യം അനുസരിച്ച് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ